ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള രസം തയ്യാറാക്കാം. രസം തയ്യാറാക്കി എടുക്കാനായിട്ട് ഈ ഒരു സീസണിൽ ധാരാളമായിട്ട് കിട്ടുന്ന മുരിങ്ങക്കായ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. 1/2 കിലോ മുരിങ്ങക്കായ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ 3 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുരിങ്ങക്കായയും തക്കാളിയും ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി കുക്കർ മൂടി ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 5 വിസിലിന് ശേഷം വേവിച്ചെടുത്ത മുരിങ്ങക്കായ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ട് തുറന്നു നോക്കാം. ഇനി തവി വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കണം. ഉടച്ചു കഴിഞ്ഞാൽ ഇതിലെ ആ ഒരു ചണ്ടിയെല്ലാം നമുക്കൊന്ന് കോരിയും കൂടെ മാറ്റാം. ഇനി നമ്മുടെ ഈ ഒരു മുരിങ്ങക്കായ വെള്ളത്തിന് പുളിപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ച് വാളൻ പുളി പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് രസക്കൂട്ട് തയ്യാറാക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയും 1/4 ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകവും 1/4 ടീസ്പൂൺ കുരുമുളകും 1 നുള്ളു ഉലുവയും ഒരു ചെറിയ കഷ്ണം കായവും 10 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 4 വറ്റൽ മുളകും കൂടി ചേർത്ത് ഒരു പാനിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ചേരുവകളൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചുകൂടി വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള മുരിങ്ങ വെള്ളം ഒരു മൺചട്ടിയിലേക്ക് മാറ്റി ഒന്നും കൂടെ തിളപ്പിച്ച് മുരിങ്ങ വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച വറുത്തെടുത്ത ചേരുവകൾ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് ഇനി തിളപ്പിക്കാതെ തന്നെ മുരിങ്ങ രസം ഒന്ന് ചൂടാക്കിയെടുക്കാം. രസം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഒരു കഷ്ണം ശർക്കര ചേർക്കാം. നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. ഇതിനായിട്ടൊരു താളിപ്പ് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. താളിപ്പൊക്കെ നല്ലപോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മൂടിയും കൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഹെൽത്തി രസം ഇവിടെ റെഡി. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തുടർന്നുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.